എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ എല്ലാവരും എക്സാമിനൊക്കെ പഠിക്കുന്ന ചൂടിലായിരിക്കും. നമുക്ക് കുറേ ഓവർസിയർ ലെവൽ എക്സാം ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ LSTDA അടുത്ത് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ എക്സാം RRB JEE വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു അവസരമാണ് ഈ ഒരു 2-3 വർഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ അഗ്രിഗേറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. അഗ്രിഗേറ്റിന്റെ ടെസ്റ്റുകളാണ് മെയിൻ ആയിട്ടും ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അഗ്രിഗേറ്റിന്റെ ടെസ്റ്റുകൾ നിങ്ങൾ നോക്കിയാൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റിന്റെ സ്പെസിഫിക്കേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അഗ്രിഗേറ്റുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ പറയുന്നത്. അഗ്രിഗേറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് എന്താണ് കോസ് അഗ്രിഗേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയായിരിക്കും, ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അഗ്രിഗേറ്റ് 4 പോയിന്റ്സ് ഏതെങ്കിലും ഒരു സീവ് വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ സൈസ് പറയുക. 4.75 mm ISCവിൽ പാസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുക. 4.75 mm ISCവിൽ പാസ് ചെയ്യുന്ന ആൾക്കാർ ഫൈൻ അഗ്രിഗേറ്റും അതിൽ റീറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കോസ് അഗ്രിഗേറ്റ് എന്നും പറയും. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ പാസസ് ത്രൂ 4.75 mm ISCയും ആൻഡ് കോസ് അഗ്രിഗേറ്റ് ആകുമ്പം റീറ്റെയിൻഡ് ഓൺ 4.75 mm ISCയും. ദെൻ നമ്മൾ സാധാരണ നോർമൽ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 20 mm ആണ്. നോർമൽ RCC കൺസ്ട്രക്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 20 mm ആണ്. ദെൻ നമ്മൾ തിന്നായിട്ടുള്ള തിൻ സെക്ഷൻസ് അതേപോലെ കൺജസ്റ്റഡ് സെഷൻസ് ഒക്കെ ഉള്ള കേസിൽ, കൺജസ്റ്റഡ് റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ വരുന്ന കേസിൽ നമ്മൾ ഈ ഒരു 20 mm എന്നുള്ള സൈസ് കുറച്ചിട്ട് 10 mm എന്ന് പറയാം. അതേപോലെ മാസ് കോൺക്രീറ്റ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് 40 mm അതിനേക്കാളും മുകളിലുള്ള അഗ്രിഗേറ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി എന്താണ് ഈ ഒരു അഗ്രിഗേറ്റിന്റെ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്ന സെക്ഷൻ അതിന്റെ തിക്നെസ് എത്രയാണ്, അതേപോലെ നമ്മുടെ സെക്ഷന്റെ ക്ലിയർ കവർ എത്രയാണ്, അവിടെയുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ സ്പേസിങ് എത്രയാണ്, നമ്മുടെ വർക്കബിലിറ്റി എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കാര്യങ്ങളിലൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരു പ്രാവശ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ അഗ്രിഗേറ്റുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദിച്ച കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ട് ടെസ്റ്റിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മാക്സിമം സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് സെക്ഷൻ. ദെൻ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷനിൽ കൊടുക്കുന്ന ക്ലിയർ കവർ. ആൻഡ് മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്പേസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ആൻഡ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വർക്കബിലിറ്റി. ഇത്രയും ആൾക്കാരാണ് നമ്മളൊരു എത്ര സൈസുള്ള അഗ്രിഗേറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ നമ്മൾ യൂഷ്വലി മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആയിട്ട് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ തിക്നെസ് എത്രയാണോ തിക്നെസിന്റെ 1/4 ആയിരിക്കും മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്. മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 1/4 ഓഫ് തിക്നെസ് ഓഫ് മെമ്പർ ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, 1/4 ഓഫ് തിക്നെസ് ഓഫ് മെമ്പർ ആണ്. ദെൻ പിന്നെ ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു കാര്യം, ഏത് അഗ്രിഗേറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആംഗുലാർ അഗ്രിഗേറ്റ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി എന്തിനാണ് അഗ്രിഗേറ്റ് കൊടുക്കുന്നത്? അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺക്രീറ്റിലെ ഇനേർട്ട് മെറ്റീരിയൽ ആണ് അഗ്രിഗേറ്റ്. ഇനേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അഗ്രിഗേറ്റ്. നമ്മളൊരു കോൺക്രീറ്റ് എടുക്കുമ്പോൾ അതിന്റെ ബോഡി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളെ കോൺക്രീറ്റിൽ ഒരു 70 to 80% വോളിയവും അഗ്രിഗേറ്റ് തന്നെയാണ്. അപ്പം കോൺക്രീറ്റിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു മെയിൻ ഫാക്ടർ അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ അഗ്രിഗേറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. കാരണം ബോഡി ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പം നല്ല സ്ട്രെങ്ത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഒരു ഫാക്ടർ അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ എന്തായിരിക്കണം? വളരെ ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ളതായിരിക്കണം. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ടെസ്റ്റുകൾ ചെയ്യുക. അഗ്രിഗേറ്റിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് അഗ്രിഗേറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് ആണ്.
അഗ്രിഗേറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ലോഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും? സഡൻ ലോഡാണോ അതോ ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണോ? എപ്പോഴും അഗ്രിഗേറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അഗ്രിഗേറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി അപ്ലൈഡ് ലോഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇനി ഇത് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം നമുക്ക്. ഗ്രാജുവലി അപ്ലൈഡ് കംപ്രസീവ് ലോഡാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഗ്രിഗേറ്റ് വേണം. ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന അഗ്രിഗേറ്റിന്റെ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ 12.5 mm സീവിൽ കൂടെ പാസ് ചെയ്ത് 10 mm റീറ്റെയിൻ ചെയ്യുന്ന അഗ്രിഗേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. 12.5 mm സീവിൽ പാസ് ചെയ്തിട്ട് 10 mm സീവിൽ റീറ്റെയിൻ ചെയ്യുന്ന കുറച്ച് അഗ്രിഗേറ്റ് എടുക്കുക. ദെൻ നമുക്കൊരു സിലിണ്ടറിക്കൽ മോൾഡ് ഉണ്ടായിരിക്കും. ഈ ഒരു ഷേപ്പിലുള്ള, ഈ ഒരു ഫിഗറിലുള്ള പോലെ ഒരു സിലിണ്ടറിക്കൽ മോൾഡ് ഉണ്ട്. ആ ഒരു മോൾഡിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അഗ്രിഗേറ്റ് 3 ലെയറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. 3 ലെയറായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ലെയറിനും ടാമ്പിംഗ് റോഡും തന്നിട്ടുണ്ടാവും. ഈ ഒരു ടാമ്പിംഗ് റോഡ് വെച്ചിട്ട് 25 സ്ട്രോക്സ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സിലിണ്ടർ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിലേക്ക് വെക്കണം. കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ലോഡ് കൊടുക്കും. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ, ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഗ്രാജുവലി ലോഡ് കൊടുത്ത് കൊണ്ടുവരിക. ഗ്രാജുവലി ലോഡ് കൊടുത്ത് ഒരു 40 ടൺ ലോഡാണ് മാക്സിമം നമ്മൾ കൊടുക്കുക. അങ്ങനെ ഗ്രാജുവലി 40 ടൺ ലോഡ് വരെ നമ്മൾ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും? ഈ അഗ്രിഗേറ്റിനെ പുറത്തെടുക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്? 12.5 mm സീവിൽ പാസ് ചെയ്ത് 10 mm റീറ്റെയിൻ ചെയ്യുന്ന കുറച്ച് അഗ്രിഗേറ്റിനെ നമ്മൾ എടുത്തു. ദെൻ 3 ലെയറായിട്ട് 25 സ്ട്രോക്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫിൽഡ് ഇൻ cylindrical mold. Then a load of 40 ton applied gradually. ദെൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു 40 ടൺ ലോഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഗ്രിഗേറ്റ് ചെറുതായിട്ട് പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. ഈ അഗ്രിഗേറ്റിനെ പുറത്തെടുത്തതിന് ശേഷം നമ്മൾ 2.36 mm IS സീവിൽ കൂടെ പാസ് ചെയ്യിക്കാം. നമ്മൾ അഗ്രിഗേറ്റ് പുറത്തെടുത്തിട്ട് 2.36 mm സീവ് എടുക്കുക. അതിൽ കൂടെ പാസ് ചെയ്ത് വരുന്ന അഗ്രിഗേറ്റിന്റെ വെയിറ്റ് എടുക്കുക. ഓക്കെ, അങ്ങനെ 2.36 mm സീവിൽ പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ ഇനീഷ്യലി എടുത്ത വെയിറ്റ്, ഇതിന്റെ ഒരു റേഷ്യോ ഇൻറ്റു 100 ആണ് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് ഫ്രാക്ഷൻ പാസിംഗ് ത്രൂ 2.36 mm IS sieve divided by initial weight അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് സാമ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ കിട്ടും. ദെൻ ഈ ഒരു അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ പേയ്മെന്റുകൾക്കൊക്കെ ആണെങ്കിൽ 30%-നെക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. ഷുഡ് നോട്ട് be greater than 30% for payment and other works, നമ്മൾ other concrete വർക്കുകൾക്കൊക്കെ should not be greater than 45%, 45%-നെക്കാളും കൂടാൻ പാടില്ല. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന അഗ്രിഗേറ്റ് 12.5 mm സീവിൽ പാസ് ചെയ്ത് 10 mm റിട്ടേൺ ചെയ്യുന്ന അഗ്രിഗേറ്റ് ആണ്. അത് മാത്രമല്ല, നമ്മൾ അതിനെ 3 ലെയറായിട്ട് ഒരു സിലിണ്ടറിക്കൽ മോൾഡിലേക്ക് ഫില്ല് ചെയ്യും. നമ്മളൊരു 40 ടൺ ഗ്രാജുവലി ഒരു 40 ടൺ ലോഡ് കൊടുത്തതിന് ശേഷം അഗ്രിഗേറ്റ് ഒക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ ഒരു അഗ്രിഗേറ്റിനെ 2.36 mm IS സീവിൽ കൂടെ അരിച്ചെടുക്കുക. അതിൽ പാസ് ചെയ്യുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ ഇനീഷ്യലി എടുത്ത വെയിറ്റ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ കിട്ടും. ഈ ഒരു അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ പേയ്മെന്റ്, ഫോർ എക്സാമ്പിൾ റോഡ് ആയിക്കോട്ടെ, നമ്മുടെ റൺവേ ഒക്കെ ആയിക്കോട്ടെ, റോഡ് പേയ്മെന്റ് ഒക്കെ വരുന്ന കേസിൽ 30%-നെക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. ദെൻ അടുത്തത് അതർ കോൺക്രീറ്റ് വർക്ക് ആണെങ്കിൽ, നമ്മൾ പേയ്മെന്റ് ഒന്നും അല്ല, സാധാരണ കോൺക്രീറ്റ് വർക്ക് ആണെങ്കിൽ 45%-നെക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഗ്രാജുവലി അപ്ലൈഡ് ലോഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്.
ദെൻ അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഇമ്പാക്ട് സ്ട്രെങ്ത് ടെസ്റ്റ് ആണ്. അഗ്രിഗേറ്റ് ഇമ്പാക്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇമ്പാക്ട് ലോഡാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സഡൻ ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ടഫ്നെസ് ആണ്, അല്ലെങ്കിൽ സഡൻ ലോഡാണ് നമ്മൾ കൊടുക്കുന്നത്. സഡൻ ലോഡ് അല്ലെങ്കിൽ ഇമ്പാക്ട് ലോഡാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെയും നമ്മൾ അഗ്രിഗേറ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് ചെയ്തതുപോലെ തന്നെ എടുക്കുന്ന അഗ്രിഗേറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 12.5 mm പാസ് ചെയ്ത് 10 mm റീറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ്. ഈ രണ്ട് ടെസ്റ്റിനും കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ലോഡിംഗ് കണ്ടീഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്ന് സഡൻ ലോഡ് ആയതുകൊണ്ട് ആ ലോഡിംഗ് കണ്ടീഷൻ വ്യത്യാസം ഉണ്ടാവും. അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ആകുമ്പോൾ ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ലോഡിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നമ്മൾ 12.5 mm സീവിൽ പാസ് ചെയ്ത് 10 mm റീറ്റെയിൻ ചെയ്യുന്ന കുറച്ച് അഗ്രിഗേറ്റിനെ എടുക്കുക. ദെൻ നമ്മൾ ഈ സിലിണ്ടറിലേക്ക്, ഇവിടെ ഒരു ചെറിയ സിലിണ്ടർ ഉണ്ട്, ഈ ഒരു സിലിണ്ടറിലേക്ക് 3 ലെയർ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. 3 ലെയർ ആയിട്ട് 25 സ്ട്രോക്ക് കൊടുത്തിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോഡ് കൊടുക്കില്ലേ, ഈ ഒരു ലോഡാണ് വ്യത്യാസം. നമ്മൾ കൊടുക്കുന്നത് ഇമ്പാക്ട് ലോഡാണ്, സഡൻ ലോഡാണ്. ഈ ഒരു ഇമ്പാക്ട് ലോഡ് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഹാമർ ഉപയോഗിക്കും. ഈ ഒരു ഹാമറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 14 കിലോഗ്രാം ആണ്. ഹാമറിന്റെ വെയിറ്റ് 14 കിലോഗ്രാം ആണ്. ഇനി ആ ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഹൈറ്റിൽ നിന്നാണ് ഈ ഒരു ഹാമർ ഡ്രോപ്പ് ചെയ്യുക. ഈ ഡ്രോപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 38 സെന്റിമീറ്റേഴ്സ് ആണ്. ഇങ്ങനെ നമ്മൾ 15 ബ്ലോസ് ആണ് കൊടുക്കുക. 15 ബ്ലോസ് ആണ് കൊടുക്കുക. ഇതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. വെയിറ്റ് ഓഫ് ഹാമർ എന്ന് പറയുന്നത് 14 കിലോഗ്രാം ആണ്. ആൻഡ് വെയിറ്റ് ഓഫ് ഡ്രോപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 38 സെന്റിമീറ്റേഴ്സ് ആണ്. ആൻഡ് അഗെയിൻ നമ്മൾ 15 ബ്ലോസ് ആണ് കൊടുക്കുക, അല്ലെങ്കിൽ 15 തവണയാണ് ഇത് ഡ്രോപ്പ് ചെയ്യുക. ഇങ്ങനെ 15 തവണ ഡ്രോപ്പ് ചെയ്യുമ്പം നമ്മുടെ അഗ്രിഗേറ്റ് പൊടിഞ്ഞു പോകൂലേ. അപ്പൊ നേരത്തെ പോലെ തന്നെ 2.36 mm സീവ് എടുക്കുക. അതിൽ കൂടെ പാസ് ചെയ്യുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വെയിറ്റ് ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ. അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ഫ്രാക്ഷൻ പാസിംഗ് ത്രൂ 2.36 mm IS sieve divided by initial weight into 100 കൂടെ ഉണ്ട്. ഈ ഒരു അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂവും പേയ്മെന്റ് ആണെങ്കിൽ നേരത്തെ അതേ വാല്യൂ ആണ്. ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 30%. ആൻഡ് അതർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 45%. നേരത്തെ അതേ വാല്യൂ തന്നെയാണ്. അപ്പോൾ രണ്ട് ടെസ്റ്റിനും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ. രണ്ട് ടെസ്റ്റിനും നമ്മൾ എടുക്കുന്ന സീവുകൾ, എടുക്കുന്ന അഗ്രിഗേറ്റ് 12.5 mm സീവിൽ കൂടെ പാസ് ചെയ്ത് 10 mm റിട്ടേൺ ചെയ്യുന്നതാണ്. ദെൻ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ സിലിണ്ടറിലേക്ക് 3 ലെയർ ആയിട്ട് 25 സ്ട്രോക്സ് കൊടുത്താണ് ഫില്ല് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മൾ പാസ് ചെയ്യിക്കുന്ന സീവ് 2.36 mm സീവാണ്. അങ്ങനെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. ഇവിടെ എൻ്റെ തലം പറഞ്ഞിട്ട് ആ ഫില്ല് ചെയ്യുന്ന സിലിണ്ടർ കാണാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ സൂം ചെയ്യാം. ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യുന്ന സിലിണ്ടർ കേട്ടോ. നമ്മൾ ഫില്ല് ചെയ്യുന്ന സിലിണ്ടർ ഇതാണ്. ഓക്കെ. ദെൻ അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഹാർഡ്നെസ് മെഷർ ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്. അഗ്രിഗേറ്റ് ഹാർഡാണോ, മൂന്നാമത്തെ ടെസ്റ്റായി അഗ്രിഗേറ്റിന് സഫിഷ്യൻറ്റ് ഹാർഡ്നെസ് ഉണ്ടോ എന്നറിയാൻ, അല്ലെങ്കിൽ അബ്രേഷൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഈ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് മെയിനായിട്ട് 3 ടെസ്റ്റുകളുണ്ട്. ഫസ്റ്റ് വൺ ദി വാൽ attrition test. Second one Los Angeles test. And third one Dory abrasion test. ഇങ്ങനെ നമുക്ക് 3 ടെസ്റ്റുകളാണുള്ളത്. ഇതിൽ നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ലോസ് ഏഞ്ചലസ് ടെസ്റ്റ് ആണ്. ദി വാൽസ് അട്രീഷൻ ടെസ്റ്റും ലോസ് ഏഞ്ചലസ് ടെസ്റ്റുമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ഫോളോ ചെയ്യുന്നത്. ഡോറീസ് അബ്രേഷൻ ടെസ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഉള്ളതല്ല. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഹാർഡ്നെസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു വിയർ ആണ് മെഷർ ചെയ്യുന്നത്. തേയ്മാനം സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്നാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത് എവിടെയായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്?
റോഡുകളിലൊക്കെ അല്ലേ, റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം വരുന്നത് അഗ്രിഗേറ്റിന്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ടെസ്റ്റും എങ്ങനെയാ ചെയ്യാന്നുള്ളത്. ഇത് നമുക്ക് ബ്രീഫായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതിന്റെ ഈ പേരുകളാണ് പൊതുവേ എക്സാമിന് ചോദിക്കാറുള്ളത്. ഫസ്റ്റ് ദിവാൽസ് അട്രീഷൻ ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ഉണ്ട്, 2 സിലിണ്ടേഴ്സ്. ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്. ഈ ഒരു ഇൻക്ലൈൻഡ് സിലിണ്ടേഴ്സിലേക്ക് നമ്മൾ എന്തിനെ ഇട്ട് കൊടുക്കും? നമുക്ക് വെയിറ്റ് അറിയുന്ന അഗ്രിഗേറ്റിന് ഇട്ട് കൊടുക്കുക. വെയിറ്റ് അറിയുന്ന അഗ്രിഗേറ്റിന് ഇട്ട് കൊടുക്കുക. ഈ സിലിണ്ടർ ഇങ്ങനെ വെച്ചിരിക്കുന്ന സിലിണ്ടർ ആണെങ്കിൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ ഒരു ആക്സിസിന്, ഇൻക്ലൈൻഡ് ആക്സിസിന് എബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ എബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അഗ്രിഗേറ്റ് തമ്മിൽ കൂട്ടിമുട്ടും, അഗ്രിഗേറ്റ് കണ്ടെയ്നറിന്റെ വാളിലേക്കും കൂട്ടിമുട്ടും. ഇങ്ങനെ കൂട്ടിമുട്ടുന്നത് മൂലം തേയ്മാനം സംഭവിക്കില്ലേ? തേയ്മാനം എന്തായാലും സംഭവിക്കും. കാരണം അഗ്രിഗേറ്റ് തമ്മിൽ അടിക്കുന്നുണ്ട്, വാളിൽ പോയിട്ടും അടിക്കുന്നുണ്ട്. അപ്പൊ തേയ്മാനം സംഭവിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 1000 റെവല്യൂഷൻ ഒക്കെ കൊടുക്കും. ഒരു 1000 അല്ല, 10,000 റെവല്യൂഷൻ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അഗ്രിഗേറ്റിനെ പുറത്തെടുത്തിട്ട് 1.7 mm സീവിൽ കൂടെ പാസ് ചെയ്യിക്കാം. 1.7 mm സീവിൽ കൂടെ പാസ് ചെയ്യിക്കുക. 1.7 mm സീവിൽ പാസ് ചെയ്യുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വെയിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അഗ്രിഗേറ്റിന്റെ അബ്രേഷൻ, ദിവാൽ അട്രീഷൻ ടെസ്റ്റ് ആണ്. അഗ്രിഗേറ്റ് അട്രീഷൻ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ദിവാൽ അട്രീഷൻ ടെസ്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. ദിവാൽ അട്രീഷൻ ടെസ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അറിയുന്ന ഒരു വെയിറ്റ് ഫ്രാക്ഷൻ ഇതിലേക്ക് ഇടുക, നമ്മുടെ സിലിണ്ടറിലേക്ക് ഇടുക. സിലിണ്ടറിന് 10,000 റെവല്യൂഷൻസ് കൊടുക്കുക. 10,000 റെവല്യൂഷൻ കൊടുത്തതിന് ശേഷം 1.7 mm സീവിൽ കൂടെ പാസ് ചെയ്യിക്കുക. അതിൽ പാസ് ചെയ്യുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വെയിറ്റ് ഇൻറ്റു 100 ചെയ്യുക. ദ പ്രൊപ്പോർഷൻ ഓഫ് മെറ്റീരിയൽ, the proportion of material crushed finer than 1.7 mm sieve is expressed as percentage of total weight, known as aggregate abrasion value. ഹാർഡ്നെസ് മെഷർ ചെയ്യാനുള്ള അടുത്തൊരു ടെസ്റ്റ് ആണ് ലോസ് ഏഞ്ചലസ് ടെസ്റ്റ്. ഇതാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ടെസ്റ്റ്. ഈ ഒരു ലോസ് ഏഞ്ചലസ് ടെസ്റ്റിൽ ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കും, ഈ ഒരു ഷേപ്പിലുള്ള സിലിണ്ടർ ഉണ്ടായിരിക്കും. ഈ ഒരു സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് നമ്മൾ അഗ്രിഗേറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അഗ്രിഗേറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞ പോലെ അഗ്രിഗേറ്റ് ഇതിന് റെവല്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അഗ്രിഗേറ്റ് തമ്മിൽ ഒരതിയിട്ടും അഗ്രിഗേറ്റ് ഈ പറഞ്ഞ സിലിണ്ടറിന്റെ വോളിലൊക്കെ പോയി തട്ടിയിട്ടും തേയ്മാനം സംഭവിക്കും. ഈ ഒരു തേയ്മാനം ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്ക് കുറച്ച് സ്റ്റീൽ ബോൾസിനെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഈ സ്റ്റീൽ ബോൾസിനെ നമ്മൾ അബ്രസീവ് ചാർജ് എന്ന് പറയും. സ്റ്റീൽ ബോൾസിനെ അബ്രസീവ് ചാർജ് എന്നാണ് പറയുക. അപ്പൊ എന്ത് സംഭവിക്കും? കൂടുതൽ തേയ്മാനം സംഭവിക്കും. ഈ ഒരു സിലിണ്ടർ ജനറലി 20 മുതൽ 33 റെവല്യൂഷൻസ് പെർ മിനിറ്റിലായിരിക്കും, അല്ലെങ്കിൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു 500 അല്ലെങ്കിൽ 1000 റെവല്യൂഷൻ്റെ ഇടയിലുള്ള ഒരു റെവല്യൂഷൻ നമ്മൾ ഫിക്സ് ചെയ്യും. അതിനുശേഷം ഈ റെവല്യൂഷനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. ഈ ഒരു തേയ്മാനം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നേരത്തെ പോലെ തന്നെ 1.7 mm സീവിൽ കൂടെ പാസ് ചെയ്യിക്കും. 1.7 mm സീവിൽ കൂടെ പാസ് ചെയ്യുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100 ചെയ്യുക. അപ്പം നമുക്ക് അഗ്രിഗേറ്റ് അബ്രേഷൻ വാല്യൂ കിട്ടും. അപ്പോൾ പാർട്ടിക്കിൾ ഫൈനർ ദാൻ 1.7 mm ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വെയിറ്റ് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഈ ഒരു അഗ്രിഗേറ്റ് അബ്രേഷൻ വാല്യൂ കോൺക്രീറ്റ് നമ്മൾ നേരത്തെ 2 വാല്യൂ പറഞ്ഞില്ലേ, അതേപോലെ റോഡ്സ് അല്ലെങ്കിൽ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ 30%-നെക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല.
ദെൻ അതർ വർക്കുകൾക്കൊക്കെ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ നമ്മൾ 45% അല്ലേ പറഞ്ഞത്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതർ വർക്കുകൾക്ക് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 50% എന്നാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഡോറി അബ്രേഷൻ ടെസ്റ്റ് ആണ്. ഡോറി അബ്രേഷൻ ടെസ്റ്റ് ഇത് നമ്മളെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ളതല്ല, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ടെസ്റ്റ് അല്ല. ഇവിടെ നമ്മളൊരു സിലിണ്ട്രിക്കൽ സ്പെസിമൻ ആണ് ഉണ്ടാക്കുക. ഇവിടെ ഒരു സിലിണ്ട്രിക്കൽ സ്പെസിമൻ ഉണ്ടായിരിക്കും. ഈ ഒരു സിലിണ്ട്രിക്കൽ സ്പെസിമനെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ട്. ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ട്. ഈ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ആ ഒരു സ്പെസിമന് തേയ്മാനം സംഭവിക്കുമല്ലോ. അപ്പോൾ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അതിൽ നമ്മൾ സ്പെസിമെൻ കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ റൊട്ടേഷൻ മൂലം അതിന് തേയ്മാനം ഉണ്ടാവും. ഇനി ആ ഒരു തേയ്മാനം ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ആഡ് ചെയ്ത് കൊടുക്കും, ക്വാഡ്സ് അല്ലെങ്കിൽ സാൻഡ് ഒക്കെ അതിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എത്രയാണ് വെയിറ്റ്, ലോസ് ഇൻ വെയിറ്റ് ഉണ്ടായിട്ടുള്ളത്, ഇനീഷ്യൽ വെയിറ്റ് ഓഫ് സാമ്പിൾ നമുക്ക് അറിയാം, ലോസ് ഇൻ വെയിറ്റ് കണ്ടുപിടിക്കും. അത് വെച്ചിട്ട് ഹാർഡ്നെസ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ 20 മൈനസ് ലോസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ 3. ഇതാണ് ഇക്വേഷൻ. 20 മൈനസ് ലോസ് ഇൻ ഗ്രാം ബൈ 3 എന്നുള്ളതാണ് ഇക്വേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ഈ 3 ടെസ്റ്റുകളെ പേരുകളാണ് ഓർത്തു വെക്കേണ്ടത്. ഹാർഡ്നെസ് മെഷർ ചെയ്യാനുള്ള ടെസ്റ്റുകൾ, അഗ്രിഗേറ്റ് അബ്രേഷൻ വാല്യൂ ആണ് നമുക്ക് ലോസ് ഏഞ്ചലസ് ടെസ്റ്റിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുക. അതേപോലെ ഡിവാൽ സാച്ചുറേഷൻ ടെസ്റ്റ് ഉണ്ട്, ഇപ്പൊ പറഞ്ഞ ഡോറീസ് അബ്രേഷൻ ടെസ്റ്റ് ഉണ്ട്. ദെൻ അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ടെസ്റ്റ് ആണ്. അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ടെസ്റ്റ് ആണ്. ഈ ഒരു ടെസ്റ്റ് പറയുന്നത് നമ്മളൊരു അഗ്രിഗേറ്റ് ഫ്രാക്ഷൻ എടുക്കുന്ന സമയത്ത് അഗ്രിഗേറ്റിന് ഡയമെൻഷൻസിന്റെ ആവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ, അഗ്രിഗേറ്റിന്റെ ഡയമെൻഷന്റെ ആവറേജ് എടുത്താൽ നമുക്ക് മീൻ ഡയമെൻഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീസ്റ്റ് ഡയമെൻഷൻ ലെസ് ദാൻ 3/5 അല്ലെങ്കിൽ 0.6 ടൈംസ് മീൻ ഡയമെൻഷൻ ആയിട്ടുള്ള പാർട്ടിക്കിളിന്റെ വെയിറ്റ് ആണ്. ക്ലിയർ ആയോ? നമ്മളൊരു ഫ്രാക്ഷൻ എടുക്കുന്നു, മിനിമം ഒരു 200 പീസസ് ഉള്ള ഒരു അഗ്രിഗേറ്റ് ഫ്രാക്ഷൻ എടുക്കുമ്പോൾ അതിലെ ലീസ്റ്റ് ഡയമെൻഷൻ ലെസ് ദാൻ 0.6 ടൈംസ് മീൻ ഡയമെൻഷൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ പെർസെൻറ്റേജിനെയാണ് നമ്മൾ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുക. 3/5 അല്ലെങ്കിൽ 0.6 ടൈംസ് മീൻ ഡയമെൻഷൻ. ഇനി ഇവിടെ എങ്ങനെയാ ചെയ്യാൻ ചോദിച്ചാൽ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തിക്നെസ് ഗേജ് ഉണ്ട്. തിക്നെസ് ഗേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. നമ്മൾ അഗ്രിഗേറ്റ് എടുക്കുക, ഈ ഒരു ഗേജിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക. മാനുവലി നമ്മളിങ്ങനെ നോക്കുക. എന്നിട്ട് അഗ്രിഗേറ്റ് പാസ് ചെയ്യുന്നതൊക്കെ ഒരു സൈഡിലേക്കും പാസ് ചെയ്യാത്തതൊക്കെ വേറൊരു സൈഡിലേക്കും വെക്കുക. അപ്പോൾ നമുക്ക് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എങ്ങനെയാ കിട്ടാന്ന് ചോദിച്ചാൽ, ഫ്ലേക്കിനെസ് ഇൻഡെക്സ് വിൽ ബി ഈക്വൽ ടു വെയിറ്റ് പാസിംഗ് ത്രൂ ദ ഗേജ്, divided by total weight into 100 ചെയ്താൽ നമുക്ക് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഡെഫിനിഷൻ ആണ് ഓർത്ത് വെക്കേണ്ടത്. ലീസ്റ്റ് ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ 3/5 ഓഫ് മീൻ ഡയമെൻഷൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ പെർസെൻറ്റേജിനെയാണ് നമ്മൾ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുക. ഇത് ചെയ്യാൻ നമ്മൾ തിക്നെസ് ഗേജ് ഉപയോഗിക്കും. ഈ ഒരു തിക്നെസ് ഗേജിൽ കൂടെ നമ്മുടെ അഗ്രിഗേറ്റിനെ പാസ് ചെയ്യുന്നുണ്ടോ നോക്കാം. മിനിമം ഒരു 200 നമ്പർ അഗ്രിഗേറ്റ് എടുത്തിട്ട് ഓരോന്നായി എടുത്ത് പാസ്സാവുന്നുണ്ടോ നോക്കിയാൽ മതി. അങ്ങനെ എത്ര വെയിറ്റ് ആണ് പാസ് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100 ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ വരുന്ന അടുത്തൊരു ടെസ്റ്റ് ആണ് ഇലോങ്ങേഷൻ ഇൻഡെക്സ് ടെസ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാ പെർസെൻറ്റേജ് ഓഫ് പാർട്ടിക്കിൾ തന്നെയാണ്. ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ, അതായത് ലെങ്ത് ആവും. ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ 1.8 ടൈംസ് മീൻ ഡയമെൻഷൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ ഫ്രാക്ഷനെയാണ് നമ്മൾ ഇലോങ്ങേഷൻ ഇൻഡെക്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ 1.8 ടൈംസ് മീൻ ഡയമെൻഷൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുക. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്നത് ലെങ്ത് ഗേജ് ആണ്.
ലെങ്ത് ഗേജ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ലെങ്ത് ഗേജ് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. നമ്മൾ ഓരോ അഗ്രിഗേറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 200 നമ്പേഴ്സ് എങ്കിലും ഫ്രാക്ഷൻ നമ്മൾ എടുക്കുന്ന ഫ്രാക്ഷനിൽ അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം. ഒരു അഗ്രിഗേറ്റ് എടുക്കുക, ഇതിലേ പാസ് ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെ നേരത്തെ നമ്മൾ തിക്നെസ് ഗേജിൽ കൂടെ പാസ് ചെയ്ത പോലെ ഇവിടെ ലെങ്ത് വൈസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അങ്ങനെ അഗ്രിഗേറ്റ് എത്രയാണോ പാസ് ചെയ്യാത്തത്, എത്ര അഗ്രിഗേറ്റ് ആണോ പാസ് ചെയ്യാത്തത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വെയിറ്റ് ഇൻറ്റു 100 ചെയ്യുക. അപ്പം നമുക്ക് ഇലോങ്ങേഷൻ ഇൻഡെക്സ് കിട്ടും. എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇലോങ്ങേഷൻ ഇൻഡെക്സ്? വെയിറ്റ് നോട്ട് പാസിംഗ് ത്രൂ ഗേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100 ചെയ്യുക. അപ്പം നമുക്ക് ഇലോങ്ങേഷൻ ഇൻഡെക്സ് കിട്ടും. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇലോങ്ങേഷൻ ഇൻഡെക്സ് ആവുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ 1.8 ടൈംസ് മീൻ ഡയമെൻഷൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ പെർസെൻറ്റേജ് ആണ്. ഇനി ഈ ഫ്ലാറ്റ്നെസ് ഇൻഡെക്സ് ആവുമ്പോൾ ലീസ്റ്റ് ഡയമെൻഷൻ ലെസ് ദാൻ 0.6 ടൈംസ് മീൻ ഡയമെൻഷൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, സീവ് അനാലിസിസ്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സീവ് അനാലിസിസ്. സീവ് അനാലിസിസ് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഫ്രാക്ഷൻ എടുക്കുന്നു. ഒരു ഫ്രാക്ഷൻ എടുക്കുന്ന സമയത്ത് അതിൽ എല്ലാ സൈസുള്ള പാർട്ടിക്കിൾസും പ്രസൻ്റ് ആയിരിക്കണ്ടേ? എല്ലാ സൈസുള്ള പാർട്ടിക്കിൾസും പ്രസൻ്റ് ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ മിനിമം വോയിഡ്സ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഒന്നല്ലെങ്കിൽ 20 mm അഗ്രിഗേറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കണതെങ്കിൽ വോയിഡ്സ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ എടുക്കുന്ന ഫ്രാക്ഷനിൽ 20 mm 10 mm എല്ലാ സൈസ് പാർട്ടിക്കിൾസും ഉണ്ടെങ്കിൽ വോയിഡ്സ് ഒക്കെ മിനിമം ആയിരിക്കും. അപ്പം എല്ലാ ടൈപ്പ് പാർട്ടിക്കിൾസും ഉണ്ടോ, അതേപോലെ ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സീവ് അനാലിസിസ് ചെയ്യുന്നത്. ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീവ് അനാലിസിസ് ചെയ്യുന്നത്. ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിത് ചെയ്യാൻ നമുക്ക് സ്പെസിഫിക് സീവുകളുണ്ട്. ഈ ഒരു രീതിയിൽ സീവുകളുണ്ട്. അപ്പോൾ കോസ് അഗ്രിഗേറ്റിന് ഒരു ടൈപ്പ് ഓഫ് സീവും ഫൈൻ അഗ്രിഗേറ്റിന് വേറൊരു ടൈപ്പ് ഓഫ് സീവും ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോസ് അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിൻ്റെ സീവ് സൈസ് എന്ന് പറയുന്നത് 80 mm, 40 mm, 20 mm, 10 mm, 4.75 mm ഈ ഒരു സീവ് നമ്പറുകളൊക്കെയാണ് നമ്മൾ കോസ് അഗ്രിഗേറ്റിന് ഉപയോഗിക്കേണ്ടത്. കാരണം കോസ് അഗ്രിഗേറ്റ് 4.75 mm റീറ്റെയിൻ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ അതിന് മുകളിലേക്കുള്ള സൈസാണ് കോസ് അഗ്രിഗേറ്റിന്റെ സീവുകൾ. അപ്പോൾ 80 നിന്ന് തുടങ്ങുക, 80 പകുതി 40, 40 പകുതി 20, 20 പകുതി 10, then 4.75 mm. അതേപോലെ ഫൈൻ അഗ്രിഗേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 4.75 mm ആയിരിക്കും മാക്സിമം സൈസ് വരിക. അപ്പോൾ 4.75 തുടങ്ങി അതിനേക്കാളും ചെറിയ 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 സീവുകളാണ് എടുക്കേണ്ടത്. 2.36 mm, then 1.18 mm, 600 micron, 300 micron, 150 micron. ഇത്രയുമാണ് നമ്മൾ എടുക്കേണ്ട സീവിൻ്റെ സൈസുകൾ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? റിക്വയർഡ് ആയിട്ടുള്ള സീവുകൾ എടുക്കുക. ആദ്യം നമ്മൾ സീവുകളൊക്കെ എടുക്കുക. സീവ് എടുത്തിട്ട് ഏറ്റവും വലിയ സീവ് ടോപ്പിൽ വരുന്ന രീതിയിൽ ഇതങ്ങ് അറേഞ്ച് ചെയ്യാം. ഏറ്റവും വലിയ സീവ് ടോപ്പിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മുടെ അഗ്രിഗേറ്റിന് ഇട്ട് കൊടുക്കുക. അഗ്രിഗേറ്റിന് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സീവ് ഷേക്കർ, ഈ ഒരു മെഷീന്റെ പേര് സീവ് ഷേക്കർ എന്നാണ്. സീവ് ഷേക്കറിൽ കൊണ്ടുപോയിട്ട് മിനിമം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വരെ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ സീവിൽ കൂടെയും പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ സീവിലും റീറ്റെയിൻ ചെയ്തിരിക്കുന്ന വെയിറ്റ് കണ്ടുപിടിക്കും. ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത വെയിറ്റ് കണ്ടുപിടിക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ സാധനം ഫൈൻനെസ് മോഡുലസ് ആണ്. ഫൈൻനെസ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് cumulative percentage retained ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഫൈൻനെസ് മോഡുലസ് കിട്ടുക. ഇനി ഈ സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് അറിയുന്ന കാര്യം, ഓരോ സീവിലും നമ്മൾ സീവ് സൈസും അതേപോലെ ഓരോ സീവിലും
റീറ്റെയിൻ ചെയ്ത വെയിറ്റും കണ്ടുപിടിക്കുക. ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത വെയിറ്റും കണ്ടുപിടിക്കുക. ദെൻ അടുത്തതായിട്ട് നമ്മൾ ക്യുമുലേറ്റീവ് വെയിറ്റ് കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് വെയിറ്റ് റീറ്റെയിൻഡ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറയാം 80 mm, 40 mm, 20 mm, 10 mm, 4.75 mm ഇതൊക്കെയാണ് എൻ്റെ IS സീവുകൾ. ഇതിൽ 80 mm വെയിറ്റ് നമ്മൾ ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത വെയിറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 80 mm 0 ആയിരുന്നു, 40 0 ആയിരുന്നു, 20 ഒരു 6 കിലോഗ്രാം വന്നു, 10 ഒരു 5 കിലോഗ്രാം വന്നു, ആൻഡ് 4.75 ഒരു 4 കിലോഗ്രാം വന്നു എന്ന് വിചാരിക്കാം. ഇനി ക്യുമുലേറ്റീവ് വെയിറ്റ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ 80 mm ആണെങ്കിൽ 80 mm മാത്രം എഴുതുക. 40 mm ആകുമ്പം 80 mm 40 mm രണ്ടും സം ചെയ്ത് എഴുതുക. അതായത് നമ്മൾ എടുക്കുന്ന സീവിന്റെ തൊട്ട് മുകളിലുള്ളതൊക്കെ ആഡ് ഓൺ ചെയ്യുമ്പോഴാണ് ക്യുമുലേറ്റീവ് വെയിറ്റ് റീറ്റെയിൻഡ് കിട്ടുക. അപ്പം 20 mm സീവ് ആകുമ്പോഴോ 0 + 0 + 6 അതായത് 6 എന്ന് വരും. 10 mm ആകുമ്പം 6 + 5, ദെൻ 4.75 ആകുമ്പം 6 + 5 + 4 അതായത് 11, 15 ഇങ്ങനെ വരും. ഇതാണ് ക്യുമുലേറ്റീവ് വെയിറ്റ് റീറ്റെയിൻ. ഇനി നമുക്ക് വേണ്ടത് ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് അല്ലേ. ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കിട്ടിയതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ടോട്ടൽ വെയിറ്റ് 6 4 10 15 കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ ഈ നമ്പർ ഡിവൈഡഡ് ബൈ നമ്മൾ എടുത്ത വെയിറ്റ് ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. മൂന്നാമതായിട്ട് 6/15 ഇൻറ്റു 100 എന്ന് വരും. അടുത്തത് 11/15 ഇൻറ്റു 100 വരും. അടുത്തത് 15/15 ഇൻറ്റു 100 വരും. അപ്പോൾ ഇവിടെ കിട്ടുന്ന പെർസെൻറ്റേജുകൾ 0, 40%, 73.3% ആൻഡ് 100% എന്ന് കിട്ടും. ഇതിനെയാണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ ഫൈൻനെസ് മോഡുലസ് കിട്ടും. ഇനി നമ്മളിവിടെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കും. ഇവിടെ നമ്മൾ സീവ് അനാലിസിസ് കഴിഞ്ഞിട്ട് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കും. ഈ ഒരു കർവിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു കേർവ് വരയ്ക്കും. നമ്മൾ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇതിനെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കേർവ് എന്ന് പറയും. ഇതിൻ്റെ എക്സ് ആക്സിസിൽ പെർസെൻറ്റേജ് പാസിങ്ങും അതേപോലെ വൈ ആക്സിസ് എന്ന് പറയുന്നത് സീവ് സൈസുമാണ്. ഇതൊരു സെമിലോഗ്രാഫാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കേർവ് വരയ്ക്കാൻ എടുക്കുക. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കേർവ് വരയ്ക്കാൻ നമ്മൾ സെമി ലോഗ് ഗ്രാഫാണ് എടുക്കുക. സെമി ലോഗ് ഗ്രാഫിൻ്റെ എക്സ് ആക്സിസ് സീവ് സൈസും വൈ ആക്സിസ് പെർസെൻറ്റേജ് പാസിങ്ങും ആണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ പെർസെൻറ്റേജ് പാസിങ് വേണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് പാസിങ് കണ്ടുപിടിക്കാൻ ഇപ്പം കിട്ടിയ പെർസെൻറ്റേജിനെ ഞാൻ ഒരു എ എന്ന് പറയുന്നു. 100 - A അതായത് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്തത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് പാസ് ചെയ്യുന്ന കണ്ടുപിടിക്കണമെങ്കിൽ 100 - A ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 100 - 0, 100 - 0, 100 - 40, 100 - 73.3, 100 - 100 ഇങ്ങനെ വരില്ലേ. എന്നിട്ട് ഈ ഒരു വാല്യൂവും നമ്മുടെ സീവ് സൈസും പെർസെൻറ്റേജ് പാസിങ്ങും വെച്ചിട്ട് നമ്മൾ കേർവ് വരയ്ക്കുമ്പോൾ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിന് ഒരു എസ് ഷേപ്പ് ആയിട്ടുള്ള കേർവ് ആണ് വരേണ്ടത്. വെൽ ഗ്രേഡഡിന് എസ് ഷേപ്പ് ആയിട്ടുള്ള കേർവ് വരണം. അപ്പോൾ എല്ലാ ഫ്രാക്ഷൻസും അതിൽ പ്രസന്റ് ആയിരിക്കും. ഇനി നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് വന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ വന്നു, ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം പോലെ വന്നു, ദെൻ പിന്നെയും മുകളിലേക്ക് പോയി. അതായത് ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു കേർവിനെ നമ്മൾ ഗ്യാപ്പ് ഗ്രേഡഡ് എന്നാണ് പറയുക. ഗ്യാപ്പ് ഗ്രേഡഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സം ഫ്രാക്ഷൻസ് അവിടെ മിസ്സിംഗ് ആണ്. സം ഫ്രാക്ഷൻസ് ആർ മിസ്സിംഗ്. ദെൻ ചില സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ഒരേ പാർട്ടിക്കിൾ സൈസ് തന്നെയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ യൂണിഫോംലി ഗ്രേഡഡ് എന്ന് പറയുന്നത്. കേർവ് ഇങ്ങനെയാണ് വരിക. യൂണിഫോംലി ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ സൈസ് ആയിരിക്കും. ഓക്കെ, ഒരു സൈസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കേർവ് വരയ്ക്കുമ്പോൾ ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് മനസ്സിലാകും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗ്രേഡിങ് എസ് കർവ് ആണെങ്കിലാണ് വെൽ ഗ്രേഡഡ്. വേറെ ഏത് കേർവ് വന്നാലും അത് പുവർലി ഗ്രേഡഡ് ആണ്. പുവർലി ഗ്രേഡഡ് ആണ്.
ഇനി പുവർലി ഗ്രേഡഡിന് എക്സാമ്പിളുകളാണ് ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ടാൾക്കാർ, ഗ്യാപ് ഗ്രേഡഡും യൂണിഫോംലി ഗ്രേഡഡും. നമ്മൾ കർവ് വരയ്ക്കുമ്പം ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം പോലെ വരികയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ആ ഒരു പോർഷനിലുള്ള ഫ്രാക്ഷൻസ് മിസ്സിംഗ് ആണ്. എന്ന് വെച്ചാൽ ഏതൊക്കെയോ ഫ്രാക്ഷൻസ് മിസ്സായിട്ടുണ്ട്, അതിനെ നമ്മൾ ഗ്യാപ് ഗ്രേഡഡ് എന്ന് പറയും. ഇനി ഞാൻ എടുത്ത അഗ്രിഗേറ്റ് ഫുള്ള് 20 mm, കുറച്ച് പോർഷൻ മാത്രം 10 mm എടുത്തു എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സൈസ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അതിൽ കാണാൻ വേണ്ടി പറ്റുക. അപ്പം നമ്മൾ അതിനെ യൂണിഫോംലി ഗ്രേഡഡ് എന്ന് പറയും. അപ്പം നമുക്ക് വേണ്ടത് ഗ്യാപ് ഗ്രേഡഡോ യൂണിഫോംലി ഗ്രേഡഡോ ഒന്നും അല്ല, നമുക്ക് എസ് കർവ് ആണ് വേണ്ടത്. അപ്പം ഈ ഒരു എസ് കർവ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. വെൽ ഗ്രേഡഡിന് എസ് കർവ് ആണ് ഉണ്ടാവുക. ദെൻ ഇവിടെ നിന്ന് നമുക്കൊരു 3 ടേമുകളും കൂടെ പറയാനുണ്ട്. അതായത് നിങ്ങൾ ഈ ഫിഗർ നോക്കിയേ, നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് തന്നെയാണ്. അതിലെ 10% പാസിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീവ് സൈസിനെ ഞാൻ D10 എന്ന് പറയുന്നു. അതേപോലെ 30% പാസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീവ് സൈസിനെ ഞാൻ D30 എന്ന് പറയുന്നു. ആൻഡ് 60% പാസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവിനെ ഞാൻ D60 എന്ന് പറയുന്നു. ക്ലിയർ ആയോ? 10% പാസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സീവിനെ നമ്മൾ D10 എന്നും 30% പാസ് ചെയ്യാൻ ആവശ്യമായതിനെ D30 എന്നും അതേപോലെ തന്നെ 60% പാസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ കർവിനെ സീവ് സൈസിനെ നമ്മൾ D60 എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 2-3 ടേമുകൾ പറയാനുണ്ട്. നമ്മുടെ എഫക്റ്റീവ് സൈസ് ഏതാണെന്ന് ചോദിക്കും. എഫക്റ്റീവ് സൈസ് എന്ന് പറഞ്ഞാൽ D10 ആണ്. അതേപോലെ കോയിഫിഷ്യന്റ് ഓഫ് കർവേച്ചർ ചോദിക്കാറുണ്ട്. കോയിഫിഷ്യന്റ് ഓഫ് കർവേച്ചർ CC will be equal to D30 square divided by D60 into D10 ആണ്. കോയിഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ D60 by D10 ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കണം. ദെൻ നമ്മൾ നേരത്തെ ഫൈൻനെസ് മോഡുലസിന്റെ ഇക്വേഷൻ പറഞ്ഞില്ലേ, ഫൈൻനെസ് മോഡുലസ് വാല്യൂ കൂടെ ഓർത്ത് വെക്കണം. ഫൈൻനെസ് മോഡുലസ് വാല്യൂ ഫോർ ഫൈൻ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ സാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2.2 മുതൽ 3.2 വരെയാണ്. ഇതിൽ തന്നെ ഫൈൻ ആയിട്ടുള്ള സാൻഡ് ആണെങ്കിൽ 2.2 മുതൽ 2.6 വരെയും, മീഡിയം സാൻഡ് ആണെങ്കിൽ 2.6 മുതൽ 2.9 വരെയും, കോസ് ആയിട്ടുള്ള സാൻഡ് ആണെങ്കിൽ 2.9 മുതൽ 3.2 വരെയുമാണ് ഫൈൻനെസ് മോഡുലസിന്റെ വാല്യൂ ഉണ്ടാവുക. ഈ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. സാൻഡിന്റെ ഫൈൻനെസ് മോഡുലസ് 2.2 മുതൽ 3.2 വരെ വേരി ചെയ്യും. ഫൈൻ സാൻഡ് ആണെങ്കിൽ 2.2 മുതൽ 2.6 വരെയും, മീഡിയം സാൻഡ് ആണെങ്കിൽ 2.2 മുതൽ 2.9 വരെയും, ആൻഡ് കോസ് സാൻഡ് ആണെങ്കിൽ 2.9 മുതൽ 3.2 വരെയും വേരി ചെയ്യും. ദെൻ ഇതേപോലെ തന്നെ നമ്മൾ കോസ് അഗ്രിഗേറ്റിൻ്റെ എടുക്കുകയാണെങ്കിൽ ഫൈൻനെസ് മോഡുലസിൻ്റെ വാല്യൂ 5.5-നും 8-നും ഇടയിലായിരിക്കും. 5.5-നും 8-നും ഇടയിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രേഡിംഗ് അനുസരിച്ചിട്ട് സാൻഡിൻ്റെ ഗ്രേഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് 4 സോണുകളൊക്കെ കിട്ടും. അതിൽ നമ്മൾ സോൺ 1, 2, 3, 4 എന്നാണ് സ്പെസിഫൈ ചെയ്ത് പറയാറുള്ളത്. 1 മുതൽ 4 വരെ നമ്മൾ മൂവ് ചെയ്യുമ്പം സോൺ 4 എത്തുമ്പോഴേക്കും വെരി ഫൈനർ ആയിട്ടുള്ള സാൻഡ് ആയിരിക്കും. ആ ഒരു സോൺ 4-ലുള്ള സാൻഡ് നമ്മൾ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാറില്ല, 1 to 3 ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സീവ് അനാലിസിസിൽ നിന്ന് ഓർത്ത് വെക്കാനുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ടെസ്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ടെസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മുടെ പുതിയ ഓവർസിയർ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളൊക്കെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. SSC JE ആയിക്കോട്ടെ, അതേപോലെ SSC JE എല്ലാ വർഷവും ഉണ്ട്, RRB JE ഉണ്ട്, അതേപോലെ LSCDAE ഓവർസിയർ ലെവൽ എക്സാം ആയാലും ഒരുപാട് എണ്ണം വരുന്നുണ്ട്, AE ലെവൽ എക്സാമും ഒരുപാട് വരുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ഒരു അസിസ്റ്റൻസോടുകൂടി പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മളെ പുതിയ ബാച്ചിലേക്ക്, പുതിയ AE ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ ജൂനിയർ എഞ്ചിനീയർ RRBക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ RRB ജൂനിയർ എഞ്ചിനീയറിന്റെ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ചിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം. We will see in the next section. Thank you all.